മുന്ന വെള്ളച്ചാട്ടം എവിടെ? വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം. പാറ എവിടെ? പാറ. മഞ്ഞ് എവിടെ? മഞ്ഞ്. ആ ആടിനെ കണ്ടാ? ഇല്ല. ആടിനെ കണ്ടാ? ഇല്ല. ആടിനെ കണ്ടാ? എടാ ഇല്ലെന്ന് പറ. ആടിനെ കണ്ടാ? ഇല്ല. അതാണ് ഫ്രഷ് സ്ട്രോബെറി. നന്നായിട്ട് നല്ല വിളവ് കിടക്കുന്നത് കാണാൻ പറ്റും. തിരിച്ചിറക്കും. മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ ഇല്ല. നീ ആഗസ്റ്റ് വരുമ്പോൾ എല്ലാം ഉണ്ട്. ബാലൻസ് തിരിച്ചു വരുമ്പോൾ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് നിങ്ങളിതും കൊണ്ട് പോയാലോ? ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഓരോ ഗുഹ പോലെ, ഓരോ അറ പോലെ, ഓരോ മുറി പോലെ ചെയ്ത് ഇരുവിള നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ പുൽമേടുകളാണ്, പുറകിൽ തേയില തോട്ടങ്ങൾ. അപ്പോൾ ഇതാണ് ലാസ്റ്റ്. ഇതിൻ്റെ മുകളിൽ മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് കയറിയപ്പോൾ ഇതുപോലെ മഞ്ഞുണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ ഇതിപ്പോൾ കട്ട മഞ്ഞാണ്, രക്ഷയില്ലാത്ത മഞ്ഞ്. ഇത് ഒരു ബീൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ പാടങ്ങളാണ്. ഇതിൽ കൂടുതലും വെളുത്തുള്ളിയാണ്. നമ്മൾ ഇറങ്ങി വന്ന സൈഡിലൊക്കെ വെളുത്തുള്ളിയും പിന്നെ എൻഡില് ബീൻസ് നട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ മല്ലിയില മല്ലിയും കണ്ടിട്ടുണ്ട്. സ്ട്രോബെറി ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി പഴുത്തതും പച്ചയും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് പറിക്കാനുള്ള അനുമതിയില്ല, നമുക്ക് കാണാനുള്ള അനുമതിയേ ഉള്ളൂ. പറിക്കുന്നത് അവരുടെ ഉടമസ്ഥർ വന്ന് പറിക്കും, നമ്മൾ പറിക്കേണ്ട ആവശ്യമില്ല. കാണുക, ദൂരത്ത് നമ്മൾ കാണാൻ പറ്റും, നല്ല രീതിയിൽ കാണാൻ പറ്റും. പഴുത്ത് കിടക്കുന്ന ലൈവായിട്ടുള്ളത് ഫ്രഷ് സ്ട്രോബെറി. നന്നായിട്ട് നല്ല വിളവ് കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ. കാട്ടിലൊക്കെ ഇനി ഇറക്കും. കാട്ടിലേക്ക് അപ്പം തിരിച്ച് ഇറക്കും. മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ ഇല്ല. നീ ആഗസ്റ്റ് വരുമ്പോൾ എല്ലാം ഉണ്ട്. ആഗസ്റ്റ് ആണ് സീസൺ. എല്ലാം ഉണ്ട്. കാട്ട്, കാപ്പസി, വെളുത്തുള്ളി, ബീറ്റ്റൂട്ട്. ക്യാരറ്റൊക്കെ ഇനിയാണ് ഇവിടെയാണ് നടക്കുന്നത്. ഇനിയെ കൃഷി ഇറക്കും. ഇവിടെ തന്നെയാണ്. അതെ, എല്ലാ കാട്ടിൽ കണ്ട ഒത്തിരി പായിട്ടുണ്ട്. അടുത്ത് വരുമ്പോൾ എല്ലാം കാണാം. അതുവരെ നടന്നിട്ട് വരാം. ഇടയ്ക്ക് നിൽക്കില്ലേ ഉരുളക്കിഴങ്ങ്. അപ്പൊ ഇവിടെ തന്നെയാണ് ക്യാരറ്റും ക്യാബേജും ഒക്കെ അവര് നടുന്നത്. പക്ഷെ ഇപ്പൊ സീസൺ അല്ല, ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റിലാണ് സീസൺ. അപ്പൊ വരുന്ന ആൾക്കാർ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് തന്നെ ക്യാരറ്റൊക്കെ പറിച്ച് വാങ്ങിക്കാം. മുന്നേ ഒരു അവസരത്തിൽ വന്നപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ വാങ്ങിച്ചിരുന്നു, അതുകൊണ്ട് നമുക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ ഇവർ നട്ടിട്ടൊക്കെയാണ്, ഈ സംഭവങ്ങൾ നട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത് വിളവെടുപ്പിൽ എടുക്കുന്നതായിരിക്കും. കാന്തല്ലൂർ വരുമ്പോൾ ഭ്രമരം വ്യൂ പോയിന്റ് ഇതുവഴിയുള്ള ഇടത്തോട്ടുള്ള റോഡ് വഴിയാണ് പോകുന്നത്. നമ്മൾ അതിൻ്റെ വിഷ്വൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ തന്നെ. നമ്മളിപ്പോൾ ആ സ്ഥലം സ്കിപ്പ് ചെയ്യാണ്, കാരണം നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങോട്ട് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുത്തെ സ്ഥലം നമ്മൾ ഇവിടുത്തെ കൃഷിപ്പാടമൊക്കെ കണ്ടു. ബാക്കി കുറച്ച് കാര്യം പറയണം, അത് പിന്നീട് പറയാം. എന്തായാലും നമ്മളിപ്പോൾ നേരെ പോകുന്നത് മുനിയറ പോയതിന് ശേഷം ഇരവികുളം നാഷണൽ പാർക്ക് കൂടെ പോകും. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് മുനിയറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആനക്കോട്ട പാർക്ക് എന്നാണ് ഇത് പറയുന്നത്. ഒരു വിശാലമായിട്ടുള്ള പാറയാണ്, മിക്കവരും കണ്ടിട്ടുണ്ടാവും. മുനിയറ കുറച്ച് പാറകൾ വെച്ചിട്ടൊരു ഗുഹ പോലെയൊക്കെ ചെയ്ത ഒരു സംഭവമാണ്, പണ്ടത്തെ സംഭവമാണ്. അതിൻ്റെ ഹിസ്റ്ററി കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും അതിന് മുന്നേ നമ്മൾ തോട്ടത്തിൽ കൊണ്ടുപോയപ്പോൾ ഒരു അപ്പൂപ്പനെ പരിചയപ്പെട്ടല്ലേ. അപ്പൂപ്പന് നമ്മൾ ക്യാഷ് ഗൈഡായിട്ടാണ് വന്നത്. അപ്പൂപ്പൻ 300 രൂപയാണ് ചോദിച്ചത്. നമ്മളത് പറഞ്ഞ് 100 രൂപയ്ക്ക്. ഓക്കെ, 100 രൂപ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അവിടെ അടുത്തുള്ളൊരു കൃഷിപ്പാടത്തിൽ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. 100 രൂപ. അപ്പോൾ കഴിയാറായപ്പോൾ ആ തോട്ടത്തിൽ കയറിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പൈസ തന്നാൽ ഞാനങ്ങ് പോയനെ.
ഓക്കെ, അങ്ങനെ ഞാൻ മനസാക്ഷിയുടെ പുറത്ത് പൈസ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലറയില്ലായിരുന്നു, 200 രൂപ. 200 രൂപ കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ബാലൻസ് തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നിങ്ങളിതും കൊണ്ട് പോയാലോ? ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതും കൊടുത്ത് നമ്മൾ തോട്ടത്തിൽ കയറി. തിരിച്ചു വന്നപ്പോൾ പുള്ളിയെ കാണാനില്ല. പുള്ളി പോയി. ഓക്കെ, ബാക്കി പറയാം. ഇതാണ് നമ്മുടെ മുനിയറ എന്ന് പറയുന്ന സ്ഥലം. ഈ പാറക്കല്ലുകൾ ഈ ഷേപ്പിലൊക്കെ വെട്ടി ഓരോ ഗുഹ പോലെ, ഓരോ അറ പോലെ, ഓരോ മുറി പോലെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് നമ്മൾ മുനിയറ എന്ന് പറയുന്നത്. പണ്ടത്തെ മുനിമാരുടെ കാലത്തെന്തോ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടില്ല. എന്തായിരുന്നാലും വർഷം ഒന്നും അറിയാതെ ഞാനും പറയുന്നത് ശരിയല്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്തായിരുന്നാലും വോയിസ് ഓവർ ചെയ്തേക്കാം. ഇതുപോലെ കുറച്ചുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തുമുണ്ട്. ഈ പാറക്കല്ല് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ എങ്ങനെയാണ് കീറി എടുത്തതെന്നുള്ളത് ആണ് ഒരു അത്ഭുതം തോന്നിക്കുന്നത്. പണ്ട് ആയുധങ്ങളൊന്നും ഇല്ലാതെ ഇതുപോലെ എങ്ങനെയാണ് ചെത്തിച്ചീവി എടുത്തത്. ഇവിടെ ഉണ്ട് അതുപോലെ. ഒരു വലിയൊരു ഓന്ത്. ഇവിടെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും വലിയൊരു വൈഡ് വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. ഇപ്പുറത്തുണ്ട് അതുപോലെ. ഇത് കാന്തല്ലൂർ ടൗണായിരിക്കും കാണുന്ന, കാന്തല്ലൂർ ടൗണ്. അപ്പോൾ ഒരുപാട് പാടങ്ങളും കൃഷി സ്ഥലങ്ങളും അതൊക്കെ കാണാം നമുക്കിവിടെ നിന്ന്. നമ്മളങ്ങ് മുകളിലാണ് പോയത്, കുറച്ച് മുകളിലാണ് പോയത്. അപ്പോൾ ബാക്കി പുള്ളിയെ കാണാനില്ല. നമ്മൾ അവിടെ അത്ര നോക്കി. അപ്പോഴേ പറഞ്ഞു, അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു പുള്ളി കൊണ്ടുപോയി കാണും എന്ന് പറഞ്ഞു. ശേഷം എന്താ, നമ്മൾ കുറച്ചുകൂടെ ഇങ്ങപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, അവിടെ ഉള്ളൊരു കടയിൽ ചോദിച്ചു. പുള്ളി അങ്ങ് താഴെ ഒരു കാറ് കയറി താഴെ പോയെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ വിചാരിച്ച് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പുള്ളി കൊണ്ടുപോയി. പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ചു, കണ്ടില്ല. എന്തായിരുന്നാലും പറഞ്ഞതല്ലേ, തരാമെന്ന് പറഞ്ഞതല്ലേ, ഒരു വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് കരുതി. ശരി, നമ്മളത് കഴിഞ്ഞ് താഴെ വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ മുകളിൽ വന്നപ്പോൾ പുള്ളി അവിടെ തന്നെ ഉണ്ട്, ആദ്യം നിന്ന് അതേ സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു. അപ്പോൾ പറയാണ് ചില്ലറ മാറാൻ വേണ്ടിയിട്ട് ഒരാളെ കൊടുത്തു വിട്ടു. പുള്ളി അങ്ങോട്ടോ പോയി. പിന്നെ പറയുന്നത് അത്രയും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അത് പോയി. പിന്നെ നമ്മൾ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. പുള്ളി പിന്നെ പറഞ്ഞെന്താ, അടുത്ത ഓഗസ്റ്റിൽ, അതായത് പച്ചക്കറി പറിക്കാറാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ 100 രൂപയ്ക്ക് പകരം 500 രൂപ തരാമെന്ന്. അങ്ങനെ നമുക്ക് ഈ യാത്രയിൽ 1-2 ചെറിയ ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നതേ ഉള്ളൂ. ബാക്കിയൊന്നും കുഴപ്പമില്ല. എന്തായാലും പോട്ടെ. ഓക്കെ, മുനിയറയുടെ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, അടുത്തൊരു മുനിയറ. ഇതിനകത്ത് കയറാൻ കണക്കിലാണ് പറ്റിയിട്ടുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശിലായുഗ കാലത്തിൽ നിർമ്മിക്കപ്പെട്ടെന്ന് കരുതുന്ന മുനിയറ മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായി കാണാം. 3 വലിയ പാറക്കല്ലുകൾ കുത്തനെ ഭൂമിയിൽ ഉറപ്പിച്ച് അതിന് മുകളിൽ കൂറ്റൻ പാറക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുനിയറകളുടെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന പാറക്കല്ലിന് കിളിവാതിൽ പോലെ അർദ്ധവൃത്താകൃതിയിൽ ഒരു ദ്വാരം നിർമ്മിച്ചതായി കാണാം. ഈ ശിലായുഗ നിർമ്മിതികൾ ഏതാണ്ട് BC 3000-നും BC 14,000-നും ഇടയിൽ നിർമ്മിച്ചവയാണെന്ന് കരുതപ്പെടുന്നു. തമിഴ്നാട്ടിലെ പഴനി മലകളിൽ കാണപ്പെടുന്ന മുനിയറകൾക്ക് മറയൂർ, കാന്തല്ലൂർ മേഖലകളിലെ മുനിയറകളുമായി സാമ്യവുമുണ്ട്. ശിലായുഗ കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചവയാണ് ഈ മുനിയറകൾ എന്നാണ് ആദിവാസി ജനങ്ങൾക്കിടയിൽ മുനിയറകളെ പറ്റി പറയുന്ന കഥ. ഈ മുനിയറകൾ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ആദി മനുഷ്യർ ഉപയോഗിച്ചിരുന്നതായും ഇതിനുവേണ്ടി നിർമ്മിച്ചവയാണെന്നും പറയപ്പെടുന്നു. എന്നാൽ മുനിമാർ തപസ് അനുഷ്ഠിക്കുവാൻ നിർമ്മിച്ചവയാണെന്ന് ഈ മുനിയറകൾ ഇന്നും പറയപ്പെടുന്നു. മുനിയറകൾക്ക് സമീപ ഭാഗങ്ങളിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും ചുവന്ന കറുത്ത നിറങ്ങളുള്ള വലിയ മൺകുടങ്ങൾ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വലിയ മൺകുടങ്ങൾ ആ കാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചവയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുനിയറയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ പാറക്കല്ലുകളിലും
ഇതുപോലെ മുനിയറ കാണുന്നുണ്ട്. മെയിനായിട്ടുള്ള മുനിയറ ഇത് തന്നെയാണ്, പടം കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെയാണ്. ഇനി അങ്ങ് അപ്പുറത്തും ഉണ്ട്. നമുക്ക് ഈ വഴി പോകുന്നതിന് എങ്ങോട്ടൊന്നും അറിയില്ല. എന്തായാലും അപ്പുറത്തോട്ട് പോകാനുള്ള ടൈം വളരെ കുറവാണ്. നമുക്കിനി ഇരവികുളത്ത് പോകേണ്ടതുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിൽ പോകണം, പിന്നെ വട്ടവട പോകണമെന്ന് വിചാരിക്കുന്നു. നടക്കുകയാണെങ്കിൽ ഒന്ന് ഓടി നോക്കാം. എന്തായിരുന്നാലും നമ്മൾ റൂം ബുക്ക് ചെയ്തു ഇന്ന്, അതുകൊണ്ട് നമുക്ക് ഓടിയാലേ പറ്റത്തുള്ളൂ. ഓടിപ്പോവാണ്. ഇന്ന് 10ാം ദിവസമാണ് കേട്ടോ. ഓക്കെ, ശരിയാണ്. പുറത്തിറങ്ങി. അപ്പോൾ നേരത്തെ പറഞ്ഞു കുരിശ് വെച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. ഒരു സൈഡ് ഇതുപോലെ കാട് വളർന്നു നിൽക്കുന്നുണ്ട്. പിന്നെ പാറയാണ്. ഉച്ച സമയത്ത് വന്നാൽ നല്ല വെയിലടി കൊള്ളാം, അല്ലാത്ത സമയത്താണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ മാത്രമേ കയറിയുള്ളൂ, ബാക്കി എല്ലാവരും വണ്ടി ഇരിക്കുകയാണ്. കാരണം നല്ല വെയിലാണ്. നമ്മളെ രാവിലത്തെ ഓട്ടത്തിൽ ഫുഡ് രാവിലെ കഴിച്ചില്ല. എന്തായാലും ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ കാന്തല്ലൂർ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. രാവിലെ കഴിക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഇന്നലെ മുതൽ നമ്മുടെ ടൈം ടേബിളൊക്കെ തെറ്റി. ഫുഡ് വയ്ക്കുന്ന കാര്യത്തിൽ മിസ്സായിപ്പോയി കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് മുന്നോട്ട് പോയിട്ട് അടുത്ത പരിപാടികൾ നോക്കാം. ഈ വരുന്ന വഴികളിലൊക്കെ നമ്മൾ കണ്ട മെയിൻ കാഴ്ച ഈ തേയില തോട്ടങ്ങളാണല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായി, എന്താണ് ഈ തേയില ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണണം, അല്ലെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു തരണമെന്ന്. അങ്ങനെ നമ്മൾ വന്ന വഴിയിൽ ഒരുപാട് തേയില ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാർ ടൗണിലൊരു തേയില ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അല്ലാണ്ട് ലൈവായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫാക്ടറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാനും അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ തലയാറ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഉണ്ട്, ടീ ഫാക്ടറി. അവിടെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. വലിയ ഫാക്ടറിയാണ്. പ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള വഴികളിൽ കൂടെ ആ തലയാർ ഫാക്ടറിയെ ലക്ഷ്യമാക്കി പോയി. കുറച്ച് ദൂരം അകത്തോട്ട് പോകണം. നമ്മൾ അവിടെ എത്തി. പക്ഷേ സംഭവിച്ചത് വേറൊന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ കയറി കാണാം. അതായത് സന്ദർശകർക്ക് കയറി കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് വീഡിയോ അലൗഡ് അല്ല. എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട് മുന്നേ. നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് പ്രയോജനമില്ല. എന്തായിരുന്നാലും നമ്മൾ പോയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് അവിടെ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ലക്കം വാട്ടർഫാളിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം. റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും. എന്തായിരുന്നാലും അകത്ത് പോയിട്ട് നമുക്ക് ലക്കം വാട്ടർഫാളിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ അടുത്ത് ലക്കം വാട്ടർഫാളിലാണ് എത്തിയത്. അതിൽ തൊട്ടടുത്ത് തന്നെ റോഡിൽ നിന്ന് കാണാൻ പറ്റും. എന്നാലും പുറത്തോട്ട് കുറച്ചുകൂടെ പോയാൽ നല്ല വ്യൂ കിട്ടും. ലക്കം വാട്ടർഫാളിലൊന്ന് ഇറങ്ങിയിട്ട് ഓടിപ്പോ ചോദിക്കുന്നു. കുരങ്ങ വിളിച്ച് ഒരാൾ ലക്കം വാട്ടർഫാൾ. നമ്മൾ ആ കാണുന്ന റോഡ് വഴിയാണ് വരുന്നത്. ഇതുവഴി കയറി 50 രൂപയാണ് ടിക്കറ്റ്. 50 രൂപ ടിക്കറ്റാണ് ഇവിടുത്തെ റേറ്റ്. ഇതുണ്ട്, നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ ഭയങ്കര കൂടുതലൊന്നുമല്ല, വെള്ളമുണ്ട്. ഇതുവഴിയാണ് മുകളിലോട്ട് പോകുന്നത്. ഇതുകൊണ്ട് പപ്പ അമ്മ നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകും, മുകളിലോട്ട്. ഇവിടെ ഒരു അടിപൊളി മരം നിൽപ്പുണ്ട്. മരം ആടെ ഒരു വലിയൊരു മരം. അതിൻ്റെ വേരുകൾ കണ്ടാൽ തന്നെ അറിയാം.
അപ്പോൾ ഇതാണ് ലക്കം വാട്ടർഫാളിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നില്ല. കൂടുതൽ നേരം ക്യാമറ വെച്ചുകൊണ്ട് നിൽക്കുന്നത് സേഫ് അല്ല, കാരണം ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. ലക്കം വാട്ടർഫാളിൻ്റെ വ്യൂ കണ്ടു കാണും. ഒത്തിരി ആൾക്കാർ കുളിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ അവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്തായിരുന്നാലും ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതരായിട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ. കൂടുതൽ അഭ്യാസങ്ങളൊന്നും കാണിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നല്ലൊരു വ്യൂ ആണ്. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അത്യാവശ്യം കണ്ടു എന്ന് വിചാരിക്കുന്നു. മെയിൻ റോഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ഇത് തന്നെയാണ് മെയിൻ റോഡ്. തൊട്ടടുത്ത് തന്നെയാണ് ലക്കം വാട്ടർഫാൾ. പിന്നെ വരുന്ന വഴിക്ക് അവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് നെക്സ്റ്റ് സ്പോട്ടിലോട്ട്. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് രാവിലെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരവികുളം നാഷണൽ പാർക്ക്. അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ആഹാരം ഇവിടെ വന്നതിന് ശേഷമാണ് കഴിച്ചത്. കഴിച്ചതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോകാനുള്ള ശ്രമമാണ് കാണുന്നത്. ടിക്കറ്റ് കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ബസ്സിലാണ് പോകാനുള്ളത് കേട്ടോ. എവിടെ പോണേ? ബസ്സിൽ പോണല്ലേ? നമ്മൾ ബസ്സിൽ പോണേ. അതോ ഒരു ബസ് പറഞ്ഞല്ലേ? ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. ഇവിടുന്ന് ബസ്സിലാണ് അകത്തോട്ട് പോകുന്നത്. 4 കിലോമീറ്റർ എല്ലാം കൂടെ കണ്ടുവരാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയണത്. ഇവിടെ നിന്ന് ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ അകത്ത് വന്നതിന് ശേഷം ബസ്സിൽ കയറിയിട്ട് ഇതുപോലുള്ളൊരു ബസ്സിൽ കയറി നമ്മൾ മുകളിൽ പോകണം. മുകളിൽ പോയതിന് ശേഷം അവിടെ കുറച്ച് നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നടന്ന് കാണുമ്പോൾ വരായിട്ട് ഞാൻ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഷട്ടിലായിട്ടുള്ള ബസ് ഉണ്ടാവും. അതിൽ തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണം. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്. ബസ്സിനകത്ത് നിന്ന് ഇനി കുറച്ച് ദൂരം അകത്തേക്ക് പോകണം. എന്നിട്ട് അവിടുത്തെ കാഴ്ച കാണണം. നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയും ടിക്കറ്റ് ചെക്ക് ചെയ്ത് അകത്ത് കയറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ ബസ് ലൈനായിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അകത്തേക്ക് 1 കിലോമീറ്റർ നടന്ന് കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. വരയാട് ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടാ ഭാഗ്യം. അപ്പം മുകളിലോട്ട് പോവാം. എന്തായിരുന്നാലും മുന്നേ ഒരിക്കൽ വന്ന് നീലക്കുറിഞ്ഞിട്ട സമയത്ത് വന്നപ്പോൾ വരയാടിനെ കണ്ടിട്ടുണ്ട്. പപ്പയമ്മ അങ്ങ് താഴെ നിൽക്കുക. അവർ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പപ്പയമ്മ വന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം പിന്നെ നിങ്ങളെയും കാണിക്കണം. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം എങ്ങനെയാണെന്ന് നിങ്ങളെയും കാണിക്കണം, എന്നെയും കാണിക്കണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്രേസ് മീഡിയ ഇങ്ങോട്ട് 200 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവരുന്നത്. നോക്കാം, വരയാട് ഉണ്ടായിരിക്കും. മുന്നേ കണ്ടിട്ടില്ലല്ലേ? ഇല്ല, മുന്നേ കണ്ടിട്ടില്ല.
വരയാട് നേരത്തെ രാവിലെ ഉണ്ടായിരുന്നെന്ന് പറയണ കേട്ടോ താഴെ ചോദിച്ചപ്പോൾ. ഇപ്പോഴത്തെ കാര്യം അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ഇത് ഈ ഒരു സ്ഥലം കൂടെ പരിചയപ്പെടുത്തണം. അങ്ങനെയാണ് പെട്ടെന്ന് ചാടി ഇങ്ങോട്ട് കയറിയത്. ഇനി രാവിലെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം മുകളിൽ മഞ്ഞുണ്ട്, വെയിലുമുണ്ട്, തണുപ്പുമുണ്ട്, വെയിലുമുണ്ട്. പിന്നെ മഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. നല്ല തിരക്കുമുണ്ട്. മലയാളികളല്ല കൂടുതൽ, അല്ലാതെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. നമുക്ക് ഇതുവഴി ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ കയറി മുകളിലോട്ട് നടന്നു പോകണം. പിന്നെ അവിടെയാണ് നമ്മൾ ദൂരെ നിന്ന് വരുമ്പോൾ കാണുന്നൊരു വാട്ടർഫാൾ. ഇതോ അവിടെ ആ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്ന, ഇത്രയും വലിയ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ചാടുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മൾ ബസ്സിൽ വരുമ്പോൾ അതൊന്ന് നിർത്തി കാണിച്ചു തരും. അതേ ഉള്ളൂ. ഇവിടെ എന്നാൽ നമുക്ക് അതിൻ്റെ സൈഡ് ചെറുതായിട്ട് കാണാൻ പറ്റും. നമുക്ക് മുകളിലോട്ട് പോകാം. ഒരാടെങ്കിലും കാണാൻ പറ്റുമെന്ന് നമുക്ക് മുകളിലോട്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയും എന്നെ പറ്റിച്ചാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ മുഴുവൻ നടന്നു പോകും, നമുക്ക് തൊടാൻ പറ്റും, നമ്മൾ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകും വരയടക്ക്. ഇതുവരെ ഒന്നും കണ്ടില്ല. ഇനി കാണണം. അതേ പറ്റിച്ചേ. ആടല്ലേ, അത് പറഞ്ഞാൽ നിൽക്കില്ലല്ലോ എന്നും പറഞ്ഞ് നോക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ മഞ്ഞ് മാത്രമേ കാണാവുള്ളൂ. ഈ കാണുന്നൊക്കെ തേയിലപ്പാടാണ് താഴോട്ട്. പക്ഷെ ഇപ്പോൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അത്രയും നല്ല വ്യൂ ആണ് താഴോട്ട്. കണ്ടോ, ഇത് കഴിഞ്ഞ ആ താഴെ തേയിലത്തോട്ടമാണ്. അതൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും ഉണ്ടോ ആട്, ആട്ടുമ്പ ഒരെണ്ണമെങ്കിലും? കോട മഞ്ഞ് ഇവിടെ അത്രയും തേയിലത്തോട്ടായിരുന്നു. ആ അടിച്ച് ഇതാ ഇവിടെ അത്രയും മൂടാൻ പോവാ. ഇവിടെ നല്ല വെയിലും സൈഡിൽ കോട മഞ്ഞ്. അല്ലേടാ, അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടാ. ഇതിനേക്കാളും വലുതായിരുന്നു നമ്മൾ വരുന്ന വഴിയിൽ കാണുന്ന വെള്ളച്ചാട്ടം. ഇവിടെയുണ്ട്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വരുമ്പോൾ ഈ സംഭവം ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അതെ, ഇവിടെ നേരത്തെ മഞ്ഞുണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലും കാണാമായിരുന്നു. അതാണ്ടാ ഇവിടെ മഞ്ഞ് മാറുന്നുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ മഞ്ഞായിരുന്നപ്പോൾ ഒന്നും കണ്ടുവിടായിരുന്നു. ഇതാണ് വെള്ളച്ചാട്ടമുണ്ട്. അവിടെ താഴെ തേയില തോട്ടങ്ങളാണ് മുഴുവൻ. നല്ല വ്യൂ ആണ്, നല്ല ഹൈറ്റിലുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് ഇനിയും കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. നമ്മളിങ്ങനെ ഈ വഴി നടന്നു വന്നു, ഇതുവഴി ഇതുവരെ എത്തി. ഇനി മുകളിലോട്ട് കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. അതുവരെ സമയമുണ്ട് നമുക്ക് വരയാടിനെ കാണാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ മുന്നേ ഒരിക്കൽ നീലക്കുറിഞ്ഞ് പോകുന്ന സമയത്ത് വന്നപ്പോൾ വരയാട് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു ഇതുവഴി വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട്. അവിടെ അവിടെ കണ്ട മഞ്ഞ് മാറി വരുമ്പോൾ അത് സൂപ്പർ വ്യൂ ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മുന്നേ വെള്ളച്ചാട്ടം എവിടെ? വെള്ളച്ചാട്ടം പാറ എവിടെ? പാറ. മഞ്ഞ് എവിടെ? മഞ്ഞ്. ആടിനെ കണ്ട? ഇല്ല. ആടിനെ കണ്ട? ഇല്ല. ആടിനെ കണ്ട? എടാ ഇല്ലെന്ന് പറ. ആടിനെ കണ്ട? ഇല്ല. അതാണ്, ആടിനെ കണ്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. ബാക്കി ആടിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കണ്ട, നോക്കാം. ഇവിടെയും ചാടുന്നുണ്ട്, അവിടെയും വെള്ളം ചാടുന്നുണ്ട്. എൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. നമ്മൾ മുകളിൽ വരെ ഇങ്ങനെ എത്തി. പക്ഷേ ആടിനെ കണ്ടില്ല. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് കൊള്ളാം. മഞ്ഞുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കോടമഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ആട് ഇറങ്ങിയില്ല. ആട് ഇറങ്ങിയില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ ആട് സമരമായോണ്ടായിരിക്കും. കോടമഞ്ഞ് ഇങ്ങനെ നീങ്ങി വരും, ഇടയ്ക്ക് ഈ വ്യൂ കാണും. അങ്ങനെ എന്തായാലും ആടിനെ കണ്ടില്ല. ബാക്കി ഇത് തന്നെ നമ്മൾ നീലക്കുറിഞ്ഞിട്ട് സംഭവം. ഇത് തന്നെ. ഇത് പൂത്തിട്ടില്ല. ഇതാണ് തോന്നുന്നത് നീലക്കുറിഞ്ഞിട്ട് ചെടി. അതങ്ങനെയുള്ള സ്ഥലത്തല്ലേ നിൽക്കുള്ളൂ തോന്നുന്നു. ഇതുവരെയാണ് നമുക്ക് നടന്ന് കാണാൻ പറ്റുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് വ്യൂ ഇങ്ങനെയാണ്. ഇവിടെ വരുമ്പോൾ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോയിൻ്റുണ്ട്. പുറകിൽ വലിയ മല, ആ വെള്ളച്ചാട്ടമൊക്കെ കാണാം. ഇവിടെയും അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള വ്യൂ ആണുള്ളത്. അപ്പുറത്തും അതുപോലെ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പുൽമേടുകളാണ്, പുറകിൽ തേയില തോട്ടങ്ങൾ. അപ്പോൾ ഇതാണ് ലാസ്റ്റ്. ഇതിൻ്റെ മുകളിൽ
ഇതാണ് അപ്പോൾ ഏറ്റവും മുകളിൽ വരുമ്പോഴുള്ള വ്യൂ കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി ഏകദേശം 1 കിലോമീറ്റർ തിരിച്ച് നടക്കണം. നമ്മൾ ആടിനെ കണ്ടില്ല ഇന്ന്. എനിക്ക് തോന്നുന്നു നീലക്കുറിഞ്ഞിയുടെ ചെടിയാണ് ഇതെന്ന് തോന്നുന്നു. നമ്മൾ മുന്നേ ഒരിക്കൽ വന്നപ്പോൾ നിറയെ നീലക്കുറിഞ്ഞി പൂത്ത് കടന്നിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇലക്ട്രിക്കിലുള്ള വണ്ടിയുണ്ട്. അതിന് ഒരു വണ്ടിക്ക് 7500 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ട് ഇറങ്ങുകയാണ്. അമ്മയും പപ്പയും വന്നിട്ടില്ല, വണ്ടിയിലിരിക്കുക. നമ്മളത് പോയിട്ടാണ് ഇനി ബാക്കി മൂന്നാറിലെ കാഴ്ചകളൂടെ മാക്സിമം നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇന്ന് നമ്മൾ റൂം ബുക്ക് ചെയ്തുകൊണ്ട് നമ്മളിന്ന് ഇവിടെ നിന്ന് ഇറങ്ങും. മാക്സിമം നോക്കാം, കിട്ടുന്ന വിഷ്വൽസ് നമുക്ക് എടുക്കാം. ഡാമുകളോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇനി പോവാണ്. ബസ്സിൽ കയറി വന്നതുപോലെ തിരിച്ചു പോകും. തിരിച്ചു പോയതിനു ശേഷം നമ്മൾ കാറിൽ മൂന്നാർ ടൗണിലേക്ക് പോകും. എന്നിട്ട് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായിരുന്നാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്, മുന്നോട്ട് പോകാം. ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മഞ്ഞ് നിറഞ്ഞ് നിന്നാണ്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ കാഴ്ച, മഞ്ഞില്ലാത്തപ്പോൾ ഉള്ള തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ, പിന്നെ മലനിരകൾ, അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു വൈഡായിട്ടുള്ള വ്യൂ. നമ്മൾ താഴേക്ക് പോകാണ്. നമുക്ക് ബസ് അവിടെ ബസ് വന്നിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതിൽ തന്നെ തിരിച്ചിറങ്ങും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ച ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. നേരത്തെ പോയതുപോലെ ഒരു ടീ ഫാക്ടറി സന്ദർശിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം എല്ലാ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലോട്ട് എത്തിക്കണം. കേരളത്തിൻ്റെ 14 ജില്ലകളിലെ കാഴ്ചകളും ടൂറിസ്റ്റ് പ്ലേസുകളും വ്യത്യസ്തതകളും നിറഞ്ഞ വീഡിയോസ് നിങ്ങളിലേക്ക് നൽകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ മൂന്നാർ ടൗണിൽ തന്നെ ഒരു ടീ ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമുക്ക് അത്യാവശ്യം തേയില ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നുള്ള രീതിയിലാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു. അവിടെ തിരിച്ചു വന്നപ്പോൾ നമുക്കൊരു ബസ് മിസ്സായി. അങ്ങനെ ഒരു അരമണിക്കൂർ നഷ്ടം വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓടിയെത്താമെന്നുള്ള രീതിയിൽ മൂന്നാർ ടൗണിലേക്ക് വന്നതിന് ശേഷം ടീ ഫാക്ടറിയിൽ പോയപ്പോൾ അവിടുത്തെ ടൈം കഴിഞ്ഞു. ടൈം കഴിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് മൂന്നാറിൽ നിന്നുള്ള ടീ ഫാക്ടറിയുടെ വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. തേയില തോട്ടങ്ങൾ കിട്ടി, പക്ഷേ തേയില ഉണ്ടാക്കുന്ന ഫാക്ടറികളോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസോ ഒന്നും നമുക്ക് കിട്ടിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് എവിടെന്നെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. ഇനിയുള്ളത് ചെറിയൊരു ഷോപ്പിംഗ് ആണ്. നമ്മൾ രാവിലെ പോയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ വാഹനങ്ങളുടെ തിരക്കോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല, കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. ഒട്ടും തിരക്കില്ലാത്ത ഒരു ജംഗ്ഷനായിരുന്നു, ഒരു ടൗണായിരുന്നു മൂന്നാർ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ വൈകുന്നേരം വന്നിട്ട് 2 റൗണ്ട് ചുറ്റി എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഒന്നും വണ്ടി ഒതുക്കാനുള്ള ഒരു സ്ഥലവുമില്ല. കാരണം നിറയെ ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ തിരക്കുകളും കടകളും കൊണ്ട് ഇവിടെ ഒരിടം ഒതുക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 2 റൗണ്ട് ചുറ്റിയതിന് ശേഷമാണ് ഒതുങ്ങിയ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വാഹനം പാർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങണം, ചെറിയ ഷോപ്പിംഗ്, അത്രയേ ഉള്ളൂ. നമ്മളെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇടുക്കി ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് നമുക്ക് കറങ്ങി അടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇടയ്ക്ക് ആ ഒരു അപ്പൂപ്പനെ നോക്കി പോയതും, 2 നമ്മളെ ഫുഡിൻ്റെ കേസ്. ഈ 2 കേസിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ഓടി എത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ഏകദേശം സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഓരോ ജില്ലയിലും ഓരോ പ്രത്യേകതകൾ ഇട്ടാണ് പോകുന്നത്. മാക്സിമം നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് കോതമംഗലത്താണ് നമുക്ക് സ്റ്റേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേ എടുക്കുന്നതിൻ്റെ കാര്യം കൂടെ കൊണ്ട് നമുക്ക് ട്രിപ്പിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി, പ്ലാനിൽ വ്യത്യാസം വരുത്തി പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ കോതമംഗലം, ഇനി ഇവിടെ നിന്ന് 70 കിലോമീറ്ററാണ് ഉള്ളത് കോതമംഗലം. ഇനി ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങണം. പിന്നെ ഫുഡിൻ്റെ കേസ്, നമ്മൾ കയ്യിൽ ഫുഡില്ല, ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് ഇന്ന് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളിവിടെ നിന്ന് മൂന്നാർ, അതായത് ഇടുക്കി ജില്ല നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ഇനി അടുത്ത് എറണാകുളത്തേക്കാണ് പോകണത്. നാളെ എറണാകുളം ജില്ലയിലായിരിക്കും കറക്കം. നാളത്തെ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല.
എന്തായാലും നമ്മൾ ഇടുക്കി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ്. ഇനി ചിലപ്പോൾ ഇന്ന് നമ്മളിനി താമസിച്ചായിരിക്കും എത്തുക, അതുകൊണ്ട് ഇന്നത്തെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇന്ന് ഇടുക്കി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ 10ാം ദിവസം കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മിക്കവാറും നാളെ ആയിരിക്കും, ഇല്ലെങ്കിൽ റൂമിൽ നിന്ന് കാണാം. ഒരു രക്ഷയില്ല. മൂന്നാറിൽ നിന്ന് നമ്മൾ കോതമംഗലം പോകുന്ന വഴിയാണ് തിരിച്ചിറങ്ങുമ്പോൾ. ഇപ്പോൾ സമയം 7 മണി അടുപ്പിച്ച് ആയിട്ടുണ്ട്. മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് കയറിയപ്പോഴും ഇതുപോലെ മഞ്ഞുണ്ടായിരുന്നു ഇടയ്ക്ക്, പക്ഷേ ഇതിപ്പോൾ കട്ട മഞ്ഞാണ്, ഒരു രക്ഷയില്ലാത്ത മഞ്ഞ്. ഇതിൽ കുറച്ചുകൂടെ നമ്മളെ ഹെഡ്ലൈറ്റ് അടിക്കുന്നുണ്ട്, ക്യാമറയിൽ കുറച്ചുകൂടെ കാണാൻ നന്നായിട്ട്. പക്ഷേ ലൈവായിട്ട് നമുക്ക് നല്ല ഫുള്ള് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ ഓൾ കേരള ട്രിപ്പാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ എപ്പിസോഡുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തുടങ്ങി കാസർഗോഡ് വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ഒരു കൊച്ചു യാത്ര. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് LJ ബ്രദേഴ്സ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ടീമാണ്. വെഡ്ഡിംഗ് വർക്കുകൾ, എൻഗേജ്മെൻറ്റ്, അതുപോലെ ഫോട്ടോ വീഡിയോ രംഗത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്ന നിമിഷങ്ങളെ അതുപോലെ തന്നെ കളറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും അവർ നിങ്ങളുടെ വർക്കുകൾ ചെയ്ത് തരും. തിരുവനന്തപുരത്ത് തന്നെയാണ് അവരുടെ ഓഫീസ്. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ യൂട്യൂബിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതുമല്ല, അവരുടെ കോൺടാക്റ്റ് നമ്പർ ഡയറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ വിളിക്കാം. അവരുടെ വർക്കുകൾ കണ്ടതിന് ശേഷം, അവരുടെ പാക്കേജുകൾ മനസ്സിലാക്കിയതിന് ശേഷം അവരെ ബുക്ക് ചെയ്യാം. വളരെ വിശ്വസ്തയോടുകൂടി നിങ്ങളുടെ വർക്കുകൾ ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് LJ ബ്രദേഴ്സ്. ഇനി നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വളരെ ചെറിയൊരു യാത്രയാണ്, കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന യാത്ര. ഇനിയും നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരുപാട് യാത്രകൾ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിലും മനോഹരമായിട്ടുള്ള അടുത്ത എപ്പിസോഡുകൾ വരുന്നുണ്ട്, അടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുക. ബൈ.